ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീയാണ് കേട്ടോ. നമ്മുടെ ഒരു പുതിയ കട ഇങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ചേച്ചിയുടെ വീട് പണി, ഷിഫ്റ്റിങ്, അതിൻ്റെ തിരക്കുകൾ, നമ്മുടെ വീട്ടിലുള്ള പണികൾ, അങ്ങനെ ഒരുപാട് തിരക്കുകളായിട്ട് ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അതാണ് വീഡിയോ വൈകിയത് കേട്ടോ. എന്നെ 2 ദിവസം കാണാണ്ടാവുമ്പോൾ നിങ്ങൾ തിരക്കി വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. തിരക്കിയവർക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വല്ലൂരിൻ്റെ ഈ ഒരു പ്രഭാതത്തിൽ അർജുന കണി കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ എണീറ്റത്. നമ്മുടെ വീടിൻ്റെ ചുറ്റും നല്ല പണികളൊക്കെ നടക്കുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചക്കിടാൻ പോവാണ് ഇപ്പോൾ. അറ്റത്ത് സാധേട്ട നിൽക്കണ്ട. സാധേട്ട ഞൊടി കുത്തുക മീൻസ് ദിസ് കൈൻഡ് ഓഫ് വടി. ഈ വടി കുത്തുക എന്തേ ഇഷ്ടപ്പെട്ട കഴുത്തില് വേട്ട എന്നിട്ട് ആടിനെ മേക്കാൻ കൊണ്ടുപോണത് അത്ര അവനെ കാട്ടിലേക്ക്. അയ്യോ ഭാഗ്യൻ്റെ അടുത്ത് എന്തൊരു അവനെ കാണുമ്പോൾ നമ്മുടെ ലക്കീനെ ഓർമ്മ വരൂല്ലേ. ലക്കി പക്ഷെ ഇത്ര ഫ്രണ്ട്ലി ഒന്നും അല്ല കേട്ടോ. ഇവൻ ചേട്ടൻ്റെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കഴുത്തിൽ ആ തൊടലുമ്പഴേ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് അവന്റെ കഴുത്തിൽ കടി വീഴാണ്ടിരിക്കാനാണ് അത്രേ. ഇതാണ് അപ്പോഴത്തെ ഞാൻ ഇതാന്ന് വിചാരിച്ചു. അയ്യോ മണം വരുണ്ടായിരുന്നു പഴുത്തെന്ന് വിചാരിച്ചിട്ടിരിക്കണം. നമുക്ക് വേണോ കടയിൽ കൊടുക്കണം? നമുക്ക് വേണം. ചക്കയില് നമ്മുടെ ഇവിടെ ശ്രീകൂട്ടൻ അത് മരിക്കും. ഇത് ആയൂർ ചാക്ക്. പക്ഷെ ഇതിന്റെ ഈ ചക്കയുടെ ടേസ്റ്റ് ഇല്ല നമ്മുടെ ഉമ്മർത്ത് നിൽക്കണ പ്ലാവിന്റെ ചക്ക. ഇതിന്റെ തൊണ്ട് വരെ തിന്നാം. ഇത് ശ്രീകുട്ടനെ കൊണ്ട് പിറന്നാളിന് വെപ്പിച്ചല്ലേ നമ്മള്. അടിയിലുണ്ടായി നിൽക്കുന്ന ആളുടെ നിൽക്കണ ഒരു ഗമ്പട്ടാൻ. ഇത് വലിയ ചക്ക, ചെറിയ ചക്ക പഴുത്തു. ചക്കയുടെ വന്നതാ കാലത്ത് തന്നെ നമ്മുടെ പറമ്പിലേക്ക്. പണി നടക്കാ. സ്വിമ്മിംഗ് പൂളിന്റെ പണി, ആ പണിയൊക്കെ ആയിട്ട് പണികളേ ഉള്ളൂ. ഉച്ചക്ക് നമുക്ക് ചേച്ചിയുടെ അടുത്തേക്ക് പോകാം. നല്ല മണമുണ്ട് അല്ലേ. ഗുഡ് മോർണിംഗ് ഗൈസ്. അടുത്ത മാസം നമ്മുടെ ഇവിടെ പൂരാണ്. നമ്മുടെ അമ്പലത്തിൽ, നമ്മുടെ ചെമ്പലങ്കാട് ഭഗവതി ക്ഷേത്രത്തിൽ പൂരാണ്. അപ്പോൾ ഈ ഒരു സ്തംഭവും നമ്മളൊന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം നമുക്ക് കുഞ്ഞു മതിലൊക്കെ കെട്ടണമെന്ന് വലിയ ആഗ്രഹം. വീട് പണി തീരില്ല എന്നാ തോന്നുന്നത് കേട്ടോ. അതിങ്ങനെ പിന്നാലേക്ക് ഓരോ പണികളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു സൈഡിൽ നിന്ന് ഇത്തിരി പണി ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ വേറെ കുറേ പണികളായിട്ട് അങ്ങനെ പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിയുടെ വീട് പണി, ഇവിടുത്തെ പണികളും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കിലായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട്. പക്ഷെ നമ്മുടെ മെമ്മറി കാർഡ് ജസ്റ്റ് ഒന്ന് പണി നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ച ഭാഗങ്ങളൊക്കെ നമുക്ക് ഡിലീറ്റ് ആയി പോവുകയാണ് ഉണ്ടായത്. എന്നാലും ഞാൻ അന്ന് ഷൂട്ട് ചെയ്ത് വെച്ച കുറച്ച് ഭാഗങ്ങൾ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് അമിത് ത്രിപാഠിയുടെ മെലുഹിയിലെ ചിരഞ്ജീവികളുടെ നെക്സ്റ്റ് പാട്ടാന്ന് തോന്നുന്നു. വായു പുത്രന്മാരുടെ ശബ്ദാന്ന് തോന്നുന്നു കേട്ടോ. സ്റ്റോറി ടെല്ലാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ഉരുളൻകിഴങ്ങും ക്യാരറ്റുമാണ് ഉപ്പേരി. ഉച്ചയ്ക്ക് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പുള്ളി ഇട്ടിട്ട് പരിപ്പ് കറി വെച്ചു. പിന്നെ അതൊക്കെ ഞാൻ ഷെയർ ചെയ്തതല്ലേ, പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു, നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത് ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല. അപ്പോൾ നമ്മളിതൊന്ന് ഉപ്പേരി വെച്ചിട്ട് മുട്ട പൊരിച്ചിട്ട് കാലത്ത് ചേട്ടന്മാർക്ക് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. വാഴയിൽ പണിയുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് അറ്റകുറ്റ വേറെ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പണിക്കാർ ഒരുപാടുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ നോക്കിയപ്പോൾ വെളിച്ചെണ്ണയില്ല. ഞാൻ എന്നും വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കണമെന്നുള്ള പരാതിയായിരുന്നു ചേച്ചിമാർക്ക്. ഇന്ന് ഞാൻ വെളിച്ചെണ്ണയില്ല എന്താണ് കേട്ടോ. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഉപ്പേരി കാച്ചിയെടുത്തത്. കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കുത്തിയ മുളകൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളൻകിഴങ്ങും ക്യാരറ്റും അതിലിട്ട് കൊടുത്ത് നമ്മൾ കുത്തിക്കാച്ചി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുത്തിക്കാച്ചി എന്നാണ് പറയണത് നമ്മുടെ സ്ഥലത്ത് കേട്ടോ. കാച്ചെടുക്കുക എന്ന് തന്നെയാണ് പറയണത്. പിന്നെ നമ്മൾ മുട്ട പൊരിച്ചു. മുട്ട നമ്മുടെ ചോപ്പറോട്ടുള്ള കാരണം കൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ പൊരിച്ച് കഴിഞ്ഞ് വെച്ചു. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പൊരിച്ച് കൊടുക്കണം. കാരണം ഒരു 5-6 ആളുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. മേസം പണിക്കാർ ചേട്ടന്മാരുണ്ടായിരുന്നു. പിന്നെ വാഴയിൽ പണിയെടുക്കണ ചേട്ടന്മാരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ശാന്തമ്മ ഉണ്ടായിരുന്നു. പണിക്കാർ ചേട്ടന്മാരുണ്ട്, വാഴയിൽ പണിക്കാരുണ്ട്, കെട്ടുന്നവരുണ്ട്. എല്ലാവരും അറിയിച്ചല്ലേ. ശാന്തമ്മ മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കണ തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചേട്ടന്മാരുടെ കൂടെ ആൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിൽക്കും. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അടിച്ചുവാരി തുടച്ചു തരാനൊക്കെ ആയിട്ട് ശാന്തമ്മ തന്നെയാണ് വരാറ്. ഇതാണ് ശാന്തമ്മ. ശാന്ത എന്നാണ് പേര്. ശാന്തമ്മ എന്ന് ഞാൻ റെസ്പെക്റ്റോട് കൂടി വിളിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പണി. നമ്മുടെ ആ മൂലയിൽ നമ്മൾ ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ഇടിച്ച് പൊളിച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു മതിലിങ്ങനെ കെട്ടി സെറ്റാക്കാനാണ്. നമ്മുടെ പച്ചക്കറി തോട്ടം അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല അല്ലേ. വിളവെടുക്കുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ഇങ്ങടാണ് നമ്മുടെ
വഴി ഇങ്ങനെ പോണത്. അവിടെയാണ് ബസ് തിരിക്കുന്ന സ്ഥലമൊക്കെ. അപ്പം മതിൽ കൂടി കെട്ടുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടാവും നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ടാണ് ഭാഗ്യം ഇത് ചെയ്യുന്നത് കേട്ടോ. ചേച്ചിയുടെ വീട് പണിയായ കാരണം കൊണ്ട് നമുക്ക് ഒത്തിരി വിപുലമായിട്ടും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീടിൻ്റെ ചുറ്റും മതിൽ കെട്ടി വരണമെങ്കിൽ വേറൊരു വീട് പണിയുന്ന പൈസ വേണം. കാരണം അത്രയും ചുറ്റളവിലാണ് ഇവിടെ സ്ഥലമുള്ളത്. കാരണം നമുക്ക് കൃഷിയായ കാരണം കൊണ്ട് ഭൂമി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഭാഗ്യനെ പിടിച്ച് പറിച്ച് ഞാൻ നമുക്ക് ഇരുമ്പുളി അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പുളി പൊട്ടിക്കാൻ പോവാണ്. ഇരുമ്പുളി ഒറ്റ ഇലയില്ലാട്ടാ, ഇരുമ്പുളി മാത്രമേ ഉള്ളൂ. ഇല നമ്മൾ എല്ലാ പ്രാവശ്യം വെട്ടിക്കളയുമ്പോൾ തടി മൂക്കും അത്ര. അപ്പോൾ അതുമ്പോൾ നിറച്ച് ഇരുമ്പുളി ഉണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം ഇരുമ്പുളിയൊക്കെ നന്നായിട്ട് വലുതായി. ഇരുമ്പുളി അച്ചാറൊന്നും ഇടാൻ പറ്റിയില്ല എനിക്ക്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടോട് ഇവിടെ നിന്ന് ഒല്ലൂരിൽ നിന്ന് കടയിലേക്ക് ഓടലൊക്കെ ആയിട്ട് നല്ല തിരക്കിലായിരുന്നു. എൻ്റെ കൂടെ ശ്രീകുട്ടൻ്റെ എക്സാമും കൂടി വരികയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അമ്മമാരുടെ ഒരു കാര്യമല്ലേ. അച്ഛന്മാരും മോശമില്ലാട്ടാ. അച്ഛന്മാർക്കും ആ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ തിരക്കുകൾ ഉണ്ടാവുമല്ലോ. ഞാൻ അവരെ അങ്ങനെ ചെറുതാക്കി പറയല്ല. പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കുറേ മാവൊക്കെ നട്ടൂടെ ശ്രീ, ഇത്രയും വെയിൽ കൊള്ളണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മാങ്ങയൊക്കെ നട്ടുണ്ട് ചേച്ചിമാരെ, കണ്ട ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ നട്ട മാവുകളൊക്കെ കുള്ളൻ മാവുകളാ, അതായത് ഡോർഫ് ഐറ്റംസ് ആണ് എല്ലാതും. ഫുഡ് കഴിക്കുന്ന തിരക്കിലാ രമേശേട്ടൻ, ജോസേട്ടൻ, രതീഷ് ഫുഡ് കഴിച്ച് കഴിഞ്ഞു അല്ലേ? സദാനന്ദേട്ടൻ, രമണേട്ടൻ. നല്ല പണിയാട്ടാ, നല്ല വെയിൽ, നല്ല പണി. വല്ലൂരിന്റെ മഞ്ഞടിഞ്ഞ പ്രഭാതം എന്ന് പറഞ്ഞു ഇപ്പൊ വല്ലൂര് മഞ്ഞയില്ലടാ, ഭയങ്കര ചൂടാ. എൻ്റെ ദൈവമേ, ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വീടിന്റെ ചുറ്റും മറ്റേ സംഭവം ഉണ്ടല്ലോ, മെറ്റല്, ബേബി മെറ്റല്, അതൊക്കെ എടുക്കണ കാരണം ഉണ്ടാകുന്ന തോന്നുന്നു. നിറയെ ഭയങ്കര ചൂട് ഇങ്ങനെ അടിക്കും. എൻ്റെ കോലം കണ്ട് നിങ്ങൾ ഞെട്ടണ്ടാട്ടാ. അത്ര ആൾക്കാരുള്ള കാരണം കൊണ്ട് നമ്മുടെ കൂട്ടാനൊന്നും തികഞ്ഞില്ല. ഉച്ചയ്ക്ക് ഞാൻ അമരക്കായ ഉപ്പേരി വെച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ പരിപ്പും തക്കാളിയും പയറൊക്കെ കൂട്ടാൻ വെച്ചു, പിന്നെ മീൻ വറുത്തു. അങ്ങനെയാണ് ഉച്ചയ്ക്കുള്ള പരിപാടികൾ ഉണ്ടായത്. അത് കഴിഞ്ഞ് ബസ് കയറി ഓട്ടോ കയറി നമ്മൾ ഒല്ലൂർക്ക് പോവാണ്. അവിടെ കുറച്ചും കൂടി ഒതുക്കൽ പണികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വരുമ്പോൾ ചേച്ചി മാവുമ്മയൊക്കെ ഞണ്ട് എടുക്കുന്നുണ്ടായിരുന്നു. അതായത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓർക്കിഡൊക്കെ ഉണ്ടല്ലോ, മാവ് വെട്ടാൻ പോവാണേ. അപ്പോൾ മാവ് അവിടെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഉള്ള ഓർക്കിഡുകളൊക്കെ ചേച്ചി പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ അച്ഛനും വന്നു. അമ്മ കുറേ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വിതരണം ചെയ്യാനാവാനാ വഴുകി. പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് പോണ ആൾക്ക്. പിന്നെ എന്തെങ്കിലും പച്ചക്കറി ധാര വേറണത് ഇടാട വേറണത് നോക്കിയേ എവിടെയാണ്ട് തിരക്ക് കാരണം കൊണ്ട് എൻ്റെ മുഖത്ത് നല്ല ക്ഷീണുണ്ടല്ലേ. ഇതാണ് ചേച്ചിയുടെ നാത്തൂൻ്റെ മോളുടെ കുട്ടിട്ടാ. അപ്പോൾ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചിരിക്കണത്. അപ്പോൾ ചേച്ചി പറയാം എപ്പോഴും ഫോട്ടോ എടുക്കലെന്നെ വേണി, ആൾക്ക് അത് ശീലമായിരുന്നു. ക്യൂട്ട് ബേബിയില്ലേ. അങ്ങനെ നമ്മുടെ അച്ഛൻ കളത്തിലിറങ്ങിയിട്ടാ. അച്ഛൻ കളത്തിലിറങ്ങിയ പിന്നെ ഒരു രക്ഷയില്ല. അവിടെ തൂത്ത് വാരി എല്ലാം സെറ്റാക്കി വെക്കുക അച്ഛൻ. അപ്പം നമ്മൾ എന്തിട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിപാടികളൊക്കെ, അതായത് നമ്മുടെ ഈ ഓർക്കിഡുകളൊക്കെ ഒരു ബക്കറ്റിലാക്കിയിട്ട് കുറച്ച് നീക്കിയിട്ട് നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ സൈഡിലേക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ചെടികൾ പൊതുവെ നമ്മൾ കുറേ നാൾ കൂടി വളർത്തിക്കൊണ്ടുവരുന്നതാണ്. അപ്പം അത് പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ കൺമുന്നിൽ നിന്ന് ഇല്ലാണ്ടാവുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പം ഞാൻ പറ്റാവുന്നതൊക്കെ വലിച്ച് പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ അച്ഛൻ ഇളാങ്ക കൊണ്ട് കുത്തി എനിക്ക് മാറ്റി തന്നു. പിന്നെ ഞാൻ കുറച്ചൊക്കെ വലിച്ച് പറിച്ചെടുത്തു. നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് അത് പിടിപ്പിച്ചിട്ട് നമുക്ക് തിരിച്ച് ചേച്ചിയുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. വീട് പണി കഴിയുമ്പോൾ ഒരു കുന്ന് സ്വപ്നങ്ങളുണ്ട് കേട്ടോ മനസ്സിൽ. നമ്മൾ എന്താ പറയുക, സ്വപ്നങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് വീട് എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഞാൻ നമ്മുടെ വീടിനേക്കാളും അധികം ആഗ്രഹിച്ചിട്ടുള്ളത് ചേച്ചിക്കൊരു വീടുണ്ടാവണം തന്നെയാണ്. കാരണം നമ്മൾ വാടക വീട്ടിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് താമസിച്ചു പോയിട്ടുണ്ടായിരുന്നത്. ചേച്ചിക്ക് ഹാപ്പി അല്ല എന്നല്ല, പക്ഷേ ചേച്ചി കുറേ കൊല്ലങ്ങളായിട്ട് അങ്ങനത്തെ ഒരു വീട്ടിലാണ്. വീട്ടിലില്ലാത്തവർക്ക് അതൊരു ഭയങ്കര സ്വർഗമായിട്ട് തോന്നും. പക്ഷെ നമുക്ക് എപ്പോഴും കുറച്ചും കൂടി ഒരു പടിക്ക് മുന്നിലേക്ക് എന്ന് ചിന്തിക്കുമ്പോഴല്ലേ നമ്മൾ ആകാശത്തേക്ക് കല്ലെറിഞ്ഞാലാണ് നമ്മൾ മേൽക്കൂരമ കൊള്ളുള്ളൂ എന്നാ പറയാ. അപ്പോൾ അങ്ങനെ കല്ലെറിഞ്ഞ് തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അമ്മയാണ് പോയത് ഓട്ടോറിക്ഷയിൽ. അമ്മേനെ ഒരു നാത്തൂൻ ചേച്ചി കൊണ്ടുപോയി. പിന്നെ കുറേ ഐറ്റംസൊക്കെ നമ്മൾ തൊട്ടപ്പുറത്ത് തറവാടിൻ്റെ മുകളിൽ ഇന്നലെയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെയാണ് എല്ലാം വെക്കാൻ പോണത്. ഇന്ന് കുഞ്ഞുണ്ടായിരുന്നു നമ്മുടെ കൂടെ. കുഞ്ഞിന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞിന് ഞാനും കൂടി കുറേ ഐറ്റംസ് അങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചു. ഇതിൽ നിങ്ങൾ ഒരുപാട് കഥാപാത്രങ്ങളെ കാണും കേട്ടോ വീഡിയോയിൽ. ഒക്കെ ചേച്ചിയുടെ അമ്മായിമാർ, അതായത് അച്ഛൻ്റെ പെങ്ങന്മാർ, അച്ഛൻ്റെ അനിയന്മാരും ഒക്കെയാണ്. അവരിങ്ങനെ ഒരു ഏരിയയിൽ കൊല്ലം പറമ്പിൽ നമ്മളാണല്ലോ, വള്ളൂർ വളപ്പിൽ നിന്നാണ് അവരെ വീട്ടും പേര്. ഒരമ്പലം, അതോട് ചുറ്റി കുറേ ആൾക്കാരൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ടി വി ഒക്കെ അവിടെ നിന്ന് മാറ്റി. പിന്നെ അച്ഛൻ്റെ കട്ടിൽ എടുക്കണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ അഴിച്ചു. ഒക്കെ അച്ഛൻ തന്നെയാണ് അഴിച്ച് സെറ്റാക്കി തന്നത്.
പിന്നെ 2-3 മെഷീൻസോളൊക്കെ കിടക്കണ്ടായിരുന്നു. നമ്മൾ തയ്യൽ മെഷീൻ ഒരെണ്ണം ഞാനും ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് അതുമുള്ള അഭ്യാസം, ഞാൻ ആ ഒരു മേഖലയിൽ മാത്രമാണ് കൈവയ്ക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ. ഇനി അതുമ്മ കൈവച്ചിട്ടുള്ള വിശേഷങ്ങൾ അടുത്തത് കാണാൻ പറ്റും. കുഞ്ഞൻ ട്യൂഷന് പോവാണ്. കുഞ്ഞിന് ഇവിടുന്ന് ട്യൂഷന് പോകാനാണ് എളുപ്പം, ഇത്തിരി ദൂരമേ ഉള്ളൂ. പക്ഷേ ഇനിയോട്ട് മണ്ണമ്പേട്ട എന്ന് തരേണ്ടി വരും കേട്ടോ. ഇത് ജിൻ ചേച്ചി തൊട്ടപ്പുറത്തുള്ള വേറൊരു അമ്മായിരി അല്ല, ഏളാച്ചൻ്റെ മരുമകളാണ്. ചേച്ചിയൊക്കെ ഇവരൊക്കെ മരുമകളുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ. ഇങ്ങനെ കുറേ മരുമകളുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അറിയാൻ പിള്ളേരും വന്ന് കയറിയ കുറേ ചേച്ചിമാരുമാണ് ഉള്ളത്. ഭയങ്കര കമ്പനിയാണ് ഇവർ കേട്ടോ. നമ്മൾ മൂന്നാറിൽ പോയത് ഈ ചേച്ചിമാരൊക്കെ ഒപ്പമാണ്. എല്ലാവരും ഇല്ല, കുറച്ച് ചേച്ചിമാരൊക്കെ ഒപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡൈനിങ് ടേബിളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷേ നമ്മളതൊക്കെ മാറ്റിയിടുകയാണ്, പെട്ടെന്ന് കളയാനൊരു മടി. പിന്നെ ഈ ഒരു സെറ്റ് നമ്മൾ അച്ചാച്ചൻ പണിത് കൊടുത്താന്ന് പറഞ്ഞില്ല, അതൊക്കെ റിമൂവ് ചെയ്തു. അങ്ങനെ അവസാന ഘട്ട പരിപാടികളിലേക്ക് കടക്കുകയാണ് ഗൈസ്. കഴിഞ്ഞ ആഴ്ച ഒരു വിധമല്ല കഴിഞ്ഞു. അറ്റകുറ്റപ്പണികളുണ്ട്. ഞങ്ങൾ ബാക്കിയുള്ളത് കുറേയൊക്കെ കത്തിച്ചു. ഇനി ചേച്ചിയുടെ കൊണ്ട് കത്തിക്കാൻ കൊണ്ടുപോയിട്ടു കേട്ടോ. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞു. ഞങ്ങളൊന്ന് അവസാനിപ്പിക്കുകയാണ് കെട്ടികളെ. ഞങ്ങൾ കാലും കൈയൊക്കെ ഒരു പരിപാടിടാ. ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറെ തറവാട് വീടിൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. ഇതിൻ്റെ 4 കാല് കൊള്ളാടാ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഫ്രെയിം മാത്രം മാറ്റിയിട്ടിട്ടേ വേറൊരു ചില്ലിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. വീട് പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അവസാനം വയ്ക്കാൻ നമ്മുടെ പോക്കറ്റിൽ കയറുന്ന പരിപാടിയാണല്ലോ. അതുകൊണ്ട് എല്ലാം ഒന്നും നമ്മൾ പിടിച്ചിട്ടില്ല കേട്ടോ. മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കട്ട്ളകളൊക്കെ കടന്നു പോവാൻ നല്ല ബുദ്ധിമുട്ടല്ല. സാധനങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാമല്ലോ, അല്ലെങ്കിൽ കളയാം വെച്ചിട്ടൊന്ന്. അങ്ങനെ ഇന്നത്തെ ക്ലീനിങ് നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതെന്തിനാ മോനെ പഠിച്ചു വരുന്നേ? ഇന്നും കൂടി ഇവിടെ കിടക്കാത്ര. കുഞ്ഞിന് നാളെ 8 മണിയാകുമ്പോൾ ട്യൂഷന് പോകണം. അപ്പോൾ ഒരു ദിവസം അവിടെ നിന്ന് ബസ്സിൽ വരല് ഒഴിവാക്കാലോ വെച്ചിട്ടാലോ ഉണ്ണിയെ. അപ്പോൾ അച്ഛമ്മ പോണു കാണിച്ചില്ലേ? ഇവിടെ തന്നെ കിടക്കുക. അവൾക്ക് പേടിയൊന്നുമില്ല. അച്ചാച്ചൻ്റെ ഓർമ്മ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല അച്ചാച്ചൻ പാരലൈസ്ഡ് ആയിരുന്നു. അച്ചാച്ചൻ പാരലൈസ്ഡ് ആയിട്ട് 13 വർഷം കിടന്നു തോന്നുന്നു. അച്ചാച്ചൻ മരിക്കുന്നോട്ടും പ്രതീക്ഷിച്ചു കിടന്നില്ല. ഇല്ല, കുറച്ച് നാൾ കിടന്നു, ഒരു വശം തളർന്നിട്ട്. പിന്നെ അച്ഛൻ പതുക്കെ ഇത് ചേച്ചി തന്നെയാണ് പിടിച്ച് നടത്തിച്ച് ശരിയാക്കി നടന്നു തുടങ്ങി. പിന്നെ അച്ഛൻ തന്നെ അച്ഛൻ്റെ കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അമ്മ ഭയങ്കരമായിട്ട് അച്ഛൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യായിരുന്നു. പിന്നെ അച്ഛൻ പോയപ്പോ അമ്മ വയ്യണ്ടായി. അങ്ങനെ ഇനിയിപ്പോ ഈ വീട്ടിൽ നിന്നൊരു ദിവസം കൂടി ആയിരിക്കും കിടന്നുറങ്ങാൻ ചാൻസ് ഉണ്ടാവുള്ളൂ. വേറെ അതൊന്നും ഇല്ലെങ്കിൽ ഞാനും പോവും. ഞാൻ ഇനി പൊളിക്കുന്ന സമയത്ത് വരാം. എനിക്കാണെങ്കിലും ദൂരല്ലേ, എനിക്ക് അവിടുന്ന് 10-24 കിലോമീറ്റർ ഉണ്ട് ചേച്ചിയുടെ അടുത്തേക്ക് വരണെങ്കിൽ. നമുക്ക് ബസ്സിൽ വരലാണെങ്കിൽ നമ്മൾ നേരെ വരണമെങ്കിൽ ബസ് മറ്റേ മൂക്കത്ത് ഇങ്ങനെ പിടിച്ചിട്ടാ വരിക. അതിൽ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഇരുന്ന് ഉറങ്ങി. ഞാൻ 1 മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ കിട്ടി. ഇവിടെ നിന്ന് ചെന്ന് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ വയ്യാണ്ടാവും. അപ്പൊ നമ്മള് ഇന്നലെ ഇവിടെ നിന്ന് ചെപ്പ് ചെയ്തിട്ട് കടയിലെത്തിയപ്പോ കടയിൽ രതീഷ് ടേബിൾ തുടക്കി. അവിടെ കഴുകെടു കൗണ്ടർ ടോപ്പ്. ഞാൻ കഴുകാൻ ചേച്ചി ജയിക്കോന്ന് പറഞ്ഞ ആളോട് ഞാനും കേട്ടി. കിട്ടിയ കട്ടക്കാപ്പി. ഇവിടെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇരുന്ന് തിന്നാനാട്ടോ, അപ്പൊ കഴിക്കാനാ പറ്റുള്ളൂ കേട്ടാ. അപ്പോഴേ ഇന്നത്തെ കഴിഞ്ഞു. ഞാൻ പോവാ, അച്ഛനും ഞാനും പോവാ. വണ്ടി കൊണ്ട് പോവാ. ടാറ്റാ. വീണ്ടും കണ്ടുമുട്ടും, വേറെ വേഷത്തിലും വേറെ ഭാവത്തിലും. ടാറ്റാ. ഈ വീട്ടിലിരിക്കില്ല കുഞ്ഞ നമ്മള്. ഇന്നും കൂടി ഉള്ളു. ഈ ജനിച്ച് വളർന്ന നിനക്കൊരു ഇമോഷണൽ സെന്റിമെന്റ്സ് ഇല്ല ഇതിനോട്. കുഞ്ഞൻ ഭയങ്കര ത്രില്ലില്ല ചേച്ചിയും. പക്ഷെ ഏട്ടായിക്ക് നല്ല സങ്കടമുണ്ട് വീട് പണിയുമ്പോൾ എന്നാണ് ചേച്ചി പറഞ്ഞത്. ഇനി കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ളത് നമ്മുടെ പുതിയ ഷോപ്പിൻ്റെ ആണ്. ഇത് നമ്മൾ കാളത്തോട് ഒല്ലൂക്കര റൂട്ടിൽ നമ്മുടെ ലെറ്റ്സ് ഗോ വിത്ത് ചിത്രയുടെ ചിത്ര തുടങ്ങിയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. എൻ്റെ മാമൻ്റെ മകളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കൂടി പങ്കുവെക്കാമെന്ന്. കഴിഞ്ഞ ഒരു മാസമായി നമ്മൾ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് വെറൈറ്റി ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു ചായക്കടയാണ്, ഇത് ചായ് വാലയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കേട്ടാലോ.
ഇതിൻ്റെ ലൊക്കേഷൻ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമ്മളൊരു ഹട്ട് എന്നുള്ള രൂപേണയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ട്രഡീഷണൽ ആയിട്ടും എന്നാൽ കുറച്ചും കൂടിയും എന്താ ആധുനികമായിട്ടൊക്കെ സംഭവങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ചായ ഷോപ്പാണ് നമ്മുടെ ഒല്ലൂക്കര സെൻറ്ററിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു പ്രത്യേക ആംബിയൻസ് ആണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഫോട്ടോഷൂട്ട് ലൊക്കേഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യും. ഇതുപോലെ ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ വർക്കുകളും, അതായത് A to Z വരെയുള്ള എല്ലാ വർക്കുകളും നമ്മൾ കുതുക്കിയ അങ്ങനെ പറയാൻ വേണമെങ്കിൽ എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുക. അപ്പനെയാണ് എല്ലാം അത് കേട്ടോ. ഈ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് മാമനാണ്. മാമന് വെൽഡിങ് വർക്കാണ് കേട്ടോ. മാമനും മാമൻ്റെ മകനും. ഇതാണ് മാമൻ്റെ മകളാണ് ചിത്ര എന്ന് പറയുന്നത്. അമ്മയുടെ ആങ്ങളെയാണ് കേട്ടോ. മാമൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ ആങ്ങള, അമ്മായി. എല്ലാവരും നിങ്ങൾക്ക് അറിയാം, ഞാൻ പരിചയപ്പെടുത്തൊന്നും വേണ്ടല്ലോ. അപ്പം നമ്മളവിടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് നമ്മൾ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്ത്, തൃശ്ശൂർ വിമല എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്ത് ഇതിൻ്റെ വേറൊരു ബ്രാഞ്ചും കൂടി ഉണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കുറച്ച് നാൾ മുന്നേ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ സ്നാക്സുകളും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതും അപ്പന തന്നെയാണ് കേട്ടോ. കായ്പോള, എഗ്ഗ് ബോക്സ്, കട്ട്ലേറ്റ്, പപ്സ്, ചിക്കൻ പപ്സ്, അതുപോലെ തന്നെ ചിക്കൻ സമൂസ, വെജ് സമൂസ, ചിക്കൻ റോള്, പിന്നെ എന്താ പറയുക, ചട്ടിപ്പത്തിരി, കട്ട്ലേറ്റുകൾ, ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ നമ്മൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭാവിയിൽ നമുക്ക് ഒരു ചട്ടിച്ചോറിൻ്റെ ഐഡിയ ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ആംബിയൻസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കയറി തന്നെ വേണം. ഭയങ്കര വൈബാണ് അവിടെ. നല്ല പാട്ടൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. എപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുന്ന ഒരു ഷോപ്പാണ്. അത് കാരണം കൊണ്ട് തന്നെ 2 മണി തൊട്ട് വൈകുന്നേരം 2 മണി വരെ നമുക്ക് ഓപ്പൺ ആയിട്ടിരിക്കും കേട്ടോ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് രാത്രിയൊക്കെ വൈബ് ആസ്വദിക്കുന്ന ആൾക്കാരാണ് തൃശ്ശൂർക്കാരെന്നുണ്ടെങ്കിൽ, നിങ്ങളല്ലെങ്കിൽ ഏത് നാട്ടുകാരായാലും അതിലൊന്ന് പോകുമ്പോൾ കയറി വെക്കും കേട്ടോ. നമ്മൾക്ക് തൃശ്ശൂർ പാലക്കാടേക്കൊക്കെ പോകുന്നവർ മിക്കതും തൃശ്ശൂർ വഴി ആ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ കൂടെയാണ് നിങ്ങൾ പാസ് ചെയ്യുന്നുണ്ടാവുക. നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചായ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. വൈകുന്നേരം ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് കിട്ടും കേട്ടോ. ഇൻഡോറായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട്ഡോർ നമ്മളൊരു 2-3 ഹട്ടുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോട് ചേർന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്പൺ ഏരിയ, ഇതുപോലെ നമ്മൾ അമ്മ ചായ ഇരുന്ന് കുടിക്കുന്നുണ്ടല്ലേ, അവിടെ നമ്മൾ കുറച്ച് ചെയർസും ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ആസ്വദിച്ച് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കാണുന്ന എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണ്. അന്ന് നമ്മൾ ഇനാഗുറൽ ഡേ ആയ കാരണം കൊണ്ട് തന്നെ അച്ഛൻ, അമ്മ, അമ്മായിമാർ, അതായത് അമ്മായിരെ ചേട്ടന്മാർ, അനിയന്മാർ, ടീംസുകൾ, പിന്നെ നമ്മുടെ സെറ്റുകൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ കുഞ്ഞനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രെഡ് പോക്കറ്റാണ്. ബ്രെഡ് പോക്കറ്റിൽ എഗ്ഗ് ബ്രെഡ് പോക്കറ്റ്, ചിക്കൻ ബ്രെഡ് പോക്കറ്റ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒക്കെ ചിത്തു, അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു പാർട്ട്ണർ ഉണ്ട് അവർ, പിന്നെ നമുക്ക് നമ്മുടെ കുറച്ച് ചേച്ചിമാരൊക്കെ സഹായിച്ചിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇതൊന്നും നമ്മൾ ഓർഡർ ചെയ്യുന്നതല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയും നല്ല ക്വാണ്ടിറ്റിയും പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ എല്ലാവരെയും ഒന്നും മേടിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. എല്ലാം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. കൈപ്പോളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നടാ. ഞാൻ അങ്ങനെ ഒരുപാട് എന്താ പറയുക മധുരമൊക്കെ കഴിക്കാത്ത ആളാണ്. പിന്നെ നമ്മുടെ പഴം നിറച്ചത് സൂപ്പറായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ വേറെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തൊക്കെ നോക്കി. നിങ്ങളിടയ്ക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ ഞങ്ങളെ. ഇതാണ് ഞങ്ങളുടെ ചിത്തമ്മ. ചിത്തു ഞാനൊരു പ്രായമാണ് കേട്ടോ. അപ്പോൾ ചിത്തു ചാനലൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ലെക്സ് ഗോ വിത്ത് ചിത്ര. അപ്പോൾ ചാനലൊക്കെ ആളൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ആൾ ബിസിനസ് രംഗത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആളല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ പ്രേമിച്ചേട്ടനാണ് ആളുടെ ഹസ്ബൻഡാണ്. ആളും രണ്ടുപേരും തോളോട് തോള് ചേർന്ന് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ. നമ്മുടെ ഓരോരോ അച്ചീവ്മെൻറ്റ്സും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ ആകുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഹാപ്പി അല്ലേ നമുക്ക്. നമ്മുടെ ജീവിതത്തിലത്തെ ഓരോ അപ്ഡേറ്റ്
അപ്ഡേറ്റ്സ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ അതൊരു വേറെ ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇനി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്കവിടെ സ്നാക്സ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ, അതുപോലെ കോൾഡ് കോഫി ഒരു പറ മെനു ഉണ്ടായിരുന്നു അവിടെ. അതിൽ മുഴുവൻ നമ്മുടെ എന്താ പറയുക, ബെൽജിയം ചോക്ലേറ്റ്സ് ആ ഒരു സെക്ഷൻ, അത് കഴിഞ്ഞ് കോൾഡ് കോഫി ആ ഒരു സെക്ഷൻ, അതിൽ വേറെ വേറെ ഫ്ലേവറുകൾ, 100-100ലധികം ചായകളുടെ ഫ്ലേവറുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ അടിപൊളി വൈബായിരുന്നു. അപ്പോൾ ശ്രീകുട്ടന് ഷേക്ക് കിട്ടിയ സന്തോഷമാണ് കേട്ടോ. ഈ ഊഞ്ഞാലോ അറേഞ്ച് ചെയ്തിരിക്കുന്നതും മൊത്തത്തിൽ നമ്മുടെ ഷോപ്പൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് മാമൻ്റെ മകനാണ്. അതാണ് മാമൻ്റെ മകനാണ് എടുത്തിരിക്കുന്നത്. യദുവിനും മണീനെ അറിയാത്തവരില്ലല്ലോ അല്ലേ. അപ്പോൾ യദുവും മണിയും. അപ്പോൾ അവിടെ ഇതുപോലെ നമുക്ക് ഉള്ളിലിരിക്കാനുള്ള സ്പേസാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ നേരെ ബാക്കിലാക്കിയിട്ട് അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഏരിയ ആണ് ഇൻഡോർ വന്നിരിക്കുന്നത്. ഫോട്ടോ എടുക്കാനൊക്കെയുള്ള ചെറിയൊരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുഞ്ഞൻ അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു, ശ്രീകുട്ടനെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു. ഇതുപോലെ നമ്മൾ ചുറ്റും ബ്ലാക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കളർഫുൾ ആയിട്ടുള്ള തീമുകൾ കൊടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.